السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل وسلم وبارك عليه. ആദരണീയരായ ഉസ്താദുമാർ, വിശിഷ്യ നമ്മുടെ ഈ മഹത്തായ പമ്പുവൽ പള്ളിയിലെ പ്രിയങ്കരനായ ഖത്തീബ് ഉസ്താദ്, എൻ്റെ കൂട്ടുകാരനും കൂടിയായ യാസിർ സഖാഫി ഉസ്താദ്, ഈ മഹത്തായ മസ്ജിദിൻ്റെ മാനേജ്മെൻറ്റ് നേതൃത്വം, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കണ പ്രിയങ്കരരായ റഷീദ് ഹാജി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കൾ, ഉമറാക്കൾ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നല്ലവരായ സ്നേഹജനങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ റമദാനിലെ അവസാനത്തെ ഈ വെള്ളിയാഴ്ച പമ്പുവൽ പള്ളിയിൽ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം ഇതുപോലെ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് ക്ഷണിച്ചെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ കഴിഞ്ഞ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഇവിടെ മംഗലാപുരത്ത് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവിടുന്ന് പ്രിയങ്കരരായ റഷീദ് ആജയാർ എന്നോട് ചോദിച്ചു, കലിഞ്ഞകൂറി ഞങ്ങൾക്ക് പുറകായില്ലല്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യം എൻ്റെ കൽബിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഈ മംഗലാപുരത്ത് ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ഉമറാക്കളുണ്ട്. അവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശമാണ് വലുത്, അതിനപ്പുറം വേറൊന്നുമില്ല. വേറെ ചില ആളുകളുണ്ട്, അവർക്ക് എന്തു ആവും എന്ന കോലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ഉമറാക്കളായതുകൊണ്ട് ഏതായാലും ഇവിടെ വരണം എന്ന് നിർബന്ധമുണ്ടാവുകയും അങ്ങനെ ഈ കഴിഞ്ഞ 13-ന് UK പോയി, ലണ്ടനിൽ പോയി, 24-നാണ് ഞാൻ തിരിച്ചെത്തിയത്. വന്ന ഉടനെ ഉംറക്ക് പോകണമെന്ന് കരുതിയിരുന്നു. ഇപ്പൊ ഏതായാലും ഇന്നത്തെ വാല് പമ്പലിലെ ഈ സദസ്സ് കഴിഞ്ഞിട്ട് മതി എന്ന് കരുതിയിട്ട് ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിനാണ് സൗദിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഏതായാലും അൽഹംദുലില്ലാ, ഇപ്രാവശ്യം റമദാനിലെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച നിങ്ങളിൽ ഒരാളായി നിങ്ങളെ കൂടെ കഴിയാൻ
അള്ളാഹു അവസരം തന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും അള്ളാഹു ദീനിൽ അടിയുറപ്പിച്ച് നിർത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരു അതിഥി നമ്മിൽ നിന്ന് യാത്ര ചോദിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിരഹ ദുഃഖമാണ് ഇപ്പോൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. യാസിർ സഖാഫി ഉസ്താദ് വളരെ മനോഹരമായി വിദാഉ റമളാൻ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ ആരെ കണ്ണും നനഞ്ഞു പോകും. ആ വിധത്തിലാണ് അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മർഹബാ യാ ശഹ്റ റമളാൻ, റമളാനിനെ സ്വാഗതം ചെയ്തു നാം ഓരോരുത്തരും. ഇതാ ഇന്ന് ഈ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഇവിടുന്ന് സലാം പറഞ്ഞ് ആ റമളാനിന് യാത്ര അയപ്പ് നൽകുകയാണ്, റമളാനിന് വിട പറയുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്ത ഒരു സങ്കടം. പഴയ കാലത്ത് അവസാനത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഉസ്താദ് അസ്സലാമു അലൈക്കും യാ ശഹ്റ റമളാൻ എന്നിങ്ങനെ പറഞ്ഞാൽ പള്ളിയുടെ ഓരോ ഭാഗത്ത് നിന്ന് തേങ്ങിക്കരയുന്ന ഒച്ചകൾ കേൾക്കാമായിരുന്നു. കണ്ണുകൾ നനയുമായിരുന്നു, ഖൽബുകൾ പിടയുമായിരുന്നു. എന്തുകൊണ്ട്? അടുത്ത റമളാന് വരുമെന്നത് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഖിയാമത്ത് നാൾ വരെ റമളാൻ ഉണ്ടാകും, അതിലൊരു സംശയവുമില്ല. പക്ഷേ അടുത്ത റമളാൻ വരുമ്പോഴേക്ക് ഈ ഉള്ളവൻ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഉറപ്പില്ല. ഈ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മാസം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ ആ വിരഹത്തിന്റെ ദുഃഖം സഹിക്കാൻ കഴിയാതെ ഈമാനുള്ള ആളുകളുടെ ഹൃദയം പിടക്കുമായിരുന്നു, കണ്ണുകൾ നനയുമായിരുന്നു. ആ സലാം പറയുന്നത് കേൾക്കുമ്പോഴേക്ക് പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് തേങ്ങിക്കരച്ചിലിന്റെ ഒച്ചകളാണ് പലപ്പോഴും പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്നെല്ലാം കേൾക്കാനിടയാകുന്നത്. സുഹൃത്തുക്കളെ, ഞാനിത് വെറുതെ പറയല്ല. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പരിശുദ്ധ റമളാനിലെ ഒരു പള്ളിയിലെ അവസാനത്തെ ജുമഅയിൽ നടന്ന ഒരു സംഭവമാണ്. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു എന്ന മഹാനുണ്ടായിരുന്നു. ആ മഹാൻ അൽ വആൽ, ഈ വഅലൊന്നുമല്ല ആ മഹാനിന്റേത്. ആ മഹാനിന്റെ സദസ്സിൽ ഇരുന്ന് ഒരാൾ ശരിക്കും ആ മഹാൻ പറഞ്ഞു കൊടുക്കുന്ന ഇൽമങ്ങ് കേട്ടാൽ ആ ആളുകളുടെ മനസ്സങ്ങ് മാറിപ്പോയി, ആ ആളുകളിൽ മാറ്റം വന്നുപോയി. അതുകൊണ്ട് തന്നെ ആ മഹാൻ അറിയപ്പെടുന്നത് തന്നെ അൽ വആൽ, വലിയ വാളുകളുടെ ആള് ഉണ്ടായിട്ട് കിടതരാർത്ത. ഇന്നിപ്പോ വാള് പറയുന്ന ആളുകളെ മനസ്സിലാകുന്നത് യൂട്യൂബ് എന്നാണ്. പലരും പറയുന്നത് നിങ്ങളെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കട എപ്പോഴും. അങ്ങനെയാണ്. ചില ആളുകളൊക്കെ എയർപോർട്ടിലോ മറ്റിടത്തോ ഒക്കെ കാണുമ്പോ പേരറിഞ്ഞോണമെന്നില്ല, കാരണം ബന്ധമില്ലാത്തതുകൊണ്ട്. എന്നാലും പറയും ആ യൂട്യൂബിൽ വാള് പറയണ ഉസ്താദാണോ എന്ന്. അപ്പൊ ഞങ്ങൾ പറയും യൂട്യൂബിൽ പറയുന്നില്ല, സ്റ്റേജിലാണ് പറയുന്നത്. സ്റ്റേജിൽ പറയുന്നത് യൂട്യൂബിൽ കൊടുക്കും. അങ്ങനെയാണ്, അല്ലാതെ യൂട്യൂബിലല്ല വാള് പറയുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ മഹാൻ അറിയപ്പെടുന്നത് തന്നെ അൽ വആൽ, വലിയ വഅദ് പറയുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ആ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഇതുപോലത്തെ ഒരു റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച അവിടുന്ന് ആ പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിക്കുന്ന സമയത്ത് ഇതുപോലെ ആ പ്രസംഗം കേൾക്കാൻ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ലോകത്ത് എവിടെയെല്ലാമാണ് ഈ അവസാനത്തെ വെള്ളിയാഴ്ച ആളുകൾ ഒരുമിച്ച് കൂടുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ടാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച ലണ്ടനിലായിരുന്നു, യുണൈറ്റഡ് കിങ്ഡമിലായിരുന്നു. അവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് പോയത് അവിടെയാണ്. അവിടെയും ഇവിടെയും ഇപ്പോൾ ഏകദേശം ഈ സമയം 5.5 മണിക്കൂറാണ് വ്യത്യാസമുള്ളത്. ഇവിടെ 5.5 മണിക്കൂർ ഡിലേ ആയിക്കൊണ്ടാണ് നമ്മുടെ ക്ലോക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പീഡായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ 5.5 മണിക്കൂർ വൈകിട്ടാണ് ക്ലോക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ എത്ര പള്ളികളാണ് അവിടെയുള്ളത്. എന്തിനേറെ പറയണം,
ചർച്ചകൾ പോലും പള്ളികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇബാദത്തുകൾ ചെയ്യാൻ അവർക്ക് ആളുകളില്ലാതെ വന്നപ്പോൾ അവസാനം ചർച്ചകളൊക്കെ പള്ളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്നും വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ അവസാനത്തെ വെള്ളിയാഴ്ച പമ്പൽ പള്ളിയിൽ മാത്രമല്ല, മംഗലാപുരത്തുള്ള പള്ളികളിൽ മാത്രമല്ല, കർണാടകയിലും കേരളത്തിലും ഇന്ത്യയുടെ അകത്ത് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്ത് യൂറോപ്യൻ നാടുകളിൽ വരെ അവസാനത്തെ റമളാനിൽ പള്ളിയിൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടുകയാണ്. വിശുദ്ധ റമളാൻ വിട പറയുന്ന സങ്കടമാണ്. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഇതുപോലത്തെ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച മഹാനവരികൾ ജുമുഅ കഴിഞ്ഞിങ്ങനെ പ്രസംഗിക്കുന്നു. സദസ്സിൽ കുറെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ആ സദസ്സിനോട് പറഞ്ഞു, ജനങ്ങളെ, ഇതാ വിശുദ്ധ റമളാൻ വിട പറയുകയാണ്. റമളാൻ യാത്ര ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് റമളാനാണ്? നന്മകൾ ചെയ്താൽ 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന വിശുദ്ധ റമളാൻ, പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരുന്ന വിശുദ്ധ റമളാൻ, തൗബ ചെയ്താൽ റബ്ബ് മാപ്പ് നൽകുന്ന വിശുദ്ധ റമളാൻ, റബ്ബിനോട് യാചിച്ചാൽ റബ്ബ് ഇജാബത്ത് നൽകുന്ന വിശുദ്ധ റമളാൻ. ആ റമളാൻ ഇതാ വിട പറയുന്നു എന്ന് പറയുമ്പോൾ ഒരാളുടെ കണ്ണും നനയുന്നില്ല, ആരുടെ കണ്ണും ചുവക്കുന്നില്ല, ഒരാളുടെ കണ്ണിലും നനവ് കാണുന്നില്ല, കരച്ചില് കാണുന്നില്ല. ഉടനെ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു മേശപ്പുറത്തങ്ങ് തട്ടിയിട്ട് ചോദിച്ചു, ജനങ്ങളെ, നിങ്ങളോടാണ് ഞാനിത് പറയുന്നത്. പരിശുദ്ധ റമളാൻ ശഹ്റു തൗബത്തി വൽ ഗുഫ്റാൻ, ശഹ്റു സ്വബ്രി വസ്സിയാം, നോമ്പിന്റെയും ക്ഷമയുടെയും തൗബയുടെയും ഇസ്തിഗ്ഫാറിന്റെയും മാസമായ വിശുദ്ധ റമളാൻ വിട പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളോടല്ലേ ഞാനിത് പറയുന്നത്? എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം പിടക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നനയാത്തത്? മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ട് പറഞ്ഞു, കല്ലുകളുടെ ഉള്ളിൽ നിന്ന് പോലും വെള്ളം വരാറുണ്ടല്ലോ. കല്ലുകളുടെ ഉള്ളിൽ നിന്ന് പോലും, അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞത്? പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തു ഒലിക്കാറുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ പാറയെക്കാളും നിങ്ങൾ അതപ്പതിച്ചു പോയോ ജനങ്ങളെ എന്ന് മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ്, പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ജേഷ്ഠാനുജന്മാരായ യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, സദസ്സിങ്ങനെ കരയാൻ തുടങ്ങി. അത് ചോദിച്ചപ്പോഴാണ് സദസ്സിങ്ങനെ കരയാൻ തുടങ്ങി. വല്ലാത്ത തേങ്ങിക്കരച്ചിലാണ്, ബഹളം വെച്ച് കരയാൻ തുടങ്ങി. ആ സദസ്സിൽ നിന്ന് ഒരു ആൺതരി പോലും കരയാതെ ബാക്കിയായിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. ഉടനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്നുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങ് എണീറ്റ് നിന്നു. ആ ചെറുപ്പക്കാരൻ എണീറ്റ് നിന്നിട്ട് നേരെ ഉസ്താദായ, അന്നത്തെ വലിയ പ്രഭാഷകനായ സ്പീക്കറായിരുന്ന, ഒറേറ്ററായിരുന്ന മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഫഹല്ലി മിൻ തൗബ. ഒരു യുവാവാണ് സദസ്സിൽ നിന്ന് എണീറ്റ് നിൽക്കുന്നത്. ആ യുവാവ് എണീറ്റ് നിന്ന് ഉസ്താദിനോട് വന്ന് ചോദിക്കാണ്, അവസാനത്തെ വെള്ളിയാഴ്ചയാണല്ലോ, കരയാനല്ലേ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുണ്ട്, ഹല്ലി മിൻ തൗബ. ഞാൻ എന്റെ ജീവിതത്തിൽ കുറെ തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ? റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ആ ചെറുപ്പക്കാരൻ എണീറ്റ് നിന്ന് ചോദിക്കുന്നത്, തൗബയുണ്ടോ? ഉടനെ മഹാനവരുകളുടെ മറുപടിയാണ്, തുബ് ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. റബ്ബ് തൗബ സ്വീകരിക്കുമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ആ ചെറുപ്പക്കാരൻ പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഈ സംഭവം നടന്നത് പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്.
സുഹൃത്തുക്കളെ, നോമ്പ് നോറ്റു, തറാവീഹ് നിസ്കരിച്ചു, ഖുർആൻ ഓതി തീർത്തു, ദിക്റുകൾ ചൊല്ലി, നോമ്പ് തുറപ്പിച്ചു, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തു, സ്വതക്ക കൊടുത്തു, കുറെ നല്ലത് ചെയ്തു, കുറെ ക്ലാസുകൾ കേട്ടു, കുറെ ഇൽമുകൾ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം അല്ലാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഖബൂൽ ചെയ്തെങ്കിലല്ലേ കാര്യമുള്ളൂ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരുടെ ചരിത്രം എന്തായിരുന്നു? പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ 6 മാസം റമളാനിന്റെ അടയാളം അവരിൽ കാണാമായിരുന്നു. റമളാൻ കഴിഞ്ഞിട്ട്, റമളാന് കഴിഞ്ഞിട്ട് പിന്നെ 6 തിങ്കള് റമളാന്റെ അടയാള അങ്ങനെ ലൈഫില് കണ്ടോണ്ടിന്ത് മഹാന്മാരെ ലൈഫിലു ನಂಗ ಅದರ ಕಾಂಟಿ ಕಡೆ ಆಯಿಪೋತೀರ. 27 ജാവു പള്ളിങ്ങെല്ലാം ജീമ പിടിച്ചിട്ടിന്ത് പഞ്ഞിന്റെ ഗಂಟೆ തോലു എല്ലാരും പരസ്പരം ഇണ്ട് ജുമാഅത്ത് വരുമ്പോ കേക്കിടമേ അങ്ങനെ ഇന്നലെ നിങ്ങൾ ജാവു പള്ളിയിൽ എത്ര നേരം ഇന്ത് ദുആടെ മജ്ലിസ് എത്ര നേരം ഇന്ത് എത്ര ഗಂಟೆ ഇന്ത് ഒർത്ത ഇന്നലെ കേട്ട എത്ര ഗಂಟೆಗೆ തീർര ഉസ്താദ് ഉണ്ട് എത്ര ഗಂಟೆಗೆ തീർറുണ്ട്. അതായത് ബെഡ്സൽ വണ്ടേണ്ടതിന്റെ അർത്ഥം എപ്പ തുടങ്ങണേണ്ടല്ല, എപ്പ തുടങ്ങണേണ്ട് കേട്ടെങ്കിൽ വേണുണ്ടെന്നതിന്റെ അർത്ഥം, എപ്പ തീർരേ ചൊന്നെങ്കിൽ ചമ്മ ലേറ്റാക്കി രണ്ടാണ്ടതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയല്ല. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ റമളാൻ കഴിഞ്ഞു എന്നാണ് ചിലരുടെ ധാരണ. ആര് പറഞ്ഞു? ഇൽതമിസൂഹാ, ലൈലത്തുൽ ഖദ്ർ എന്ന റമളാനിന്റെ പ്രധാനപ്പെട്ട രാവിനെ റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ വെച്ച് നിങ്ങൾ പ്രതീക്ഷിക്കൂ, അഥവാ 29-ാം രാത്രിയിൽ പ്രതീക്ഷിക്കൂ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ? അതുകൊണ്ട് റമളാനിന്റെ 27-ാം രാവോടുകൂടെ റമളാൻ കഴിഞ്ഞു എന്ന് ആകരുത്. പിന്നെ പെരുന്നാൾ വരുമ്പോഴേക്ക് റമളാനിന്റെ ഒരു അടയാളവും കാണുന്നില്ല. അങ്ങനെ ആകാൻ പാടില്ല. പരിശുദ്ധ റമളാൻ കഴിഞ്ഞതിന് ശേഷം 6 മാസം വരെ ഞാനും നിങ്ങളും ദുആ ചെയ്യണം. ഹജ്ജ് വന്നാലും ശരി, ഹജ്ജ് പെരുന്നാൾ വന്നാലും ശരി, ദുആ നിർത്താനായിട്ടില്ല. ഖാല ബഅദു സലഫി, മുൻഗാമികളിൽപ്പെട്ട ചില മഹാന്മാർ അവരൊക്കെ പറയാറുണ്ടായിരുന്നു, സ്വാലിഹീങ്ങളുടെ സ്വഭാവം എന്താണ്? ഇവിടെ നിന്ന് അങ്ങോട്ട് ദുആർക്കണം, റമളാൻ കഴിഞ്ഞാലും ദുആർക്കണം. 6 അശ്ഹുരിൻ, 6 മാസക്കാലം ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടതെന്നറിയോ? അല്ലാഹുവേ, റമളാനിൽ ഞാൻ നോമ്പ് നോറ്റു, തറാവീഹ് നിസ്കരിച്ചു, ഖുർആൻ ഖത്മുകൾ ഓതി തീർത്തു, ഒക്കെ ചെയ്തു ശരിയാണ്. പക്ഷേ നിന്റെ ഖുർആനിൽ നീ പറഞ്ഞിട്ടുള്ളത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു എല്ലാ നല്ലതും സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അതിന് ഞാനൊരു മുത്തഖിയായാലല്ലേ എന്റെ അമലുകളൊക്കെ നീ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് എന്റെ റമളാനിലെ ഇബാദത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പെരുന്നാൾ ദുആ മാത്രം പോരാ, റമളാനിന് ശേഷം 6 മാസം വരെ ദുആ നിർത്താൻ പാടില്ല. അവനാണ് മുഅ്മിൻ. മുൻഗാമികൾ അങ്ങനെയാണ്, 6 മാസം മുമ്പ് റെഡിയായി റമളാനിനെ സ്വീകരിക്കാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്നത് റജബ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ റമളാനിന് റെഡിയായി 6 മാസം മുമ്പ് തന്നെ. റമളാൻ വിട പറഞ്ഞാലും അതിനുശേഷം 6 മാസക്കാലം അല്ലാഹ് എന്റെ റമളാനിലെ ഇബാദത്ത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് എന്നവർ സ്വീകരിച്ചു. ഈ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും വരുന്ന 6 മാസക്കാലം അങ്ങനെ ദുആ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാൾ വരുന്നു. മുഅ്മിനെ, ആർക്കാണ് പെരുന്നാള്? കേവലം പുതിയ കുപ്പായം വാങ്ങിയവനാണോ പെരുന്നാള്? ആർക്കാണ് പെരുന്നാള്? നേരത്തെ ഇവിടെ ഖുത്ബയിൽ നിങ്ങൾ കേട്ടില്ലേ, ഞാനും കേട്ടില്ലേ? പെരുന്നാൾ ആരാണ്? ഈ ഖുത്ബയിൽ വെച്ച് ഒരു നാട്ടിലെ നമ്മുടെ സ്നേഹജനങ്ങളായ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്തപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, മീനിങ് എന്താണെന്ന് ചിലപ്പോൾ വേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും ഗസ്സ എന്ന് കേട്ടപ്പോഴേക്ക് അല്ലാഹു മൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഗസ്സ, ഗസ്സയിലെ ഞങ്ങളെ സ്നേഹജനങ്ങളായ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്, അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ് എന്നിങ്ങനെ പറയുമ്പോ ഞങ്ങളൊക്കെ ഉറക്കെ ആമീൻ പറഞ്ഞില്ലേ? എന്തിനാണ് ആമീൻ പറഞ്ഞത്? ഗസ്സക്ക് വേണ്ടി ദുആർക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. പ്രൊട്ടസ്റ്റ് എല്ലായിടത്തും നടക്കുന്നുണ്ട്. യുകെയിൽ ചെന്നപ്പോൾ അവിടെയും, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ചെന്നു ഞങ്ങള്, ഓക്സ്ഫോർഡ്
യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ചെന്നു, ലണ്ടനിലുള്ള ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് ചെന്നു. അവിടൊക്കെ പോയി നോക്കുമ്പോൾ അവിടെയൊക്കെ ഗസയിലെ മനുഷ്യ മക്കൾക്ക് വേണ്ടി അവരെ അനുകൂലിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. യുണൈറ്റഡ് കിങ്ഡമിൽ പോലും പരസ്യമായി ഫലസ്തീനിന്റെ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആയിൽ കേവലം വെള്ളിയാഴ്ചയിൽ മാത്രം ഒതുങ്ങിയാ പോരാ. നമ്മുടെ കൂട്ടമായ ദുആകളിലും നമ്മുടെ ഒറ്റപ്പെട്ട ദുആകളിലും ഈ റമളാൻ വിട പറയുന്ന പെരുന്നാൾ കടന്നു വരുന്ന ഈ സമയം ഒരു പ്രതിജ്ഞയെടുക്കണം. ഗസയിലെ നമ്മുടെ മുസ്ലിം സ്നേഹജനങ്ങൾക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ പെരുന്നാള് അവരെ മറന്നുകൊണ്ടുള്ള ഒരു പെരുന്നാളാകരുത്. ആഡംബരത്തിന്റെ കുപ്പായങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. നല്ല കുപ്പായം ധരിക്കുക സുന്നത്താണ്, പുതിയ കുപ്പായം ധരിക്കുക സുന്നത്താണ്. എന്നാലും ആഡംബരത്തിന്റെ കുപ്പായങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. ഇതുപോലെ തന്നെ പെരുന്നാൾ ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കണം. അന്ന് നോമ്പ് നോൽക്കുന്നത് ഹറാമാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കണം. എന്നാലും ഗസയിലെ മുസ്ലിമീങ്ങളെ മറന്നുകൊണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയോ ഒരു സ്വഭാവമോ മുസ്ലിം വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കാണ് പെരുന്നാള്? പെരുന്നാൾ ദിവസത്തിന് ഒരു പേരുണ്ട്, നിങ്ങൾക്കറിയോ? നമ്മളൊക്കെ ചെറിയ പെരുന്നാൾ എന്ന് പറയും, ഈദുൽ ഫിത്ർ എന്ന് അറബിയിൽ പറയും. എന്നാൽ കേവലം ഈദുൽ ഫിത്ർ എന്ന് മാത്രമല്ല, ആ പെരുന്നാളിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് യൗമുൽ ജായിസ. സമ്മാനം ലഭിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. പെരുന്നാളിന്റെ രാവ് നാളെ പകൽ പെരുന്നാളാണെങ്കിൽ ഇവിടെ അനൗൺസ് ചെയ്തല്ലോ 8:15 പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുമെന്നത്. എന്നാൽ അതിന്റെ തലേന്ന് രാത്രി, പ്രിയപ്പെട്ടവരെ, ആ രാത്രിക്കൊരു പേരുണ്ട്. അത് ബസാറുകളിൽ പോയി സമയം ചെലവഴിക്കാനുള്ളതല്ല. അതുപോലെ തന്നെ പർച്ചേസിംഗിനും ഷോപ്പിംഗിനും പോയി സമയം കൊല്ലാനുള്ളതല്ല. മറിച്ച് ആ പെരുന്നാളിന്റെ രാവിന് ലൈലത്തുൽ ജായിസ, സമ്മാനം കിട്ടുന്ന രാവ് എന്ന പേരുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹ്യാ ലൈലത്തുൽ ഫിത്രി, ഒരാൾ ചെറിയ പെരുന്നാളിന്റെ രാവ്, നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ രാത്രി ഉറങ്ങാതെ ദിക്ർ ചൊല്ലിയാൽ, തസ്ബീഹ് ചൊല്ലിയാൽ, തക്ബീർ ചൊല്ലിയാൽ, പെരുന്നാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സയ്യിനു അഅയാദകും ബിത്തക്ബീർ, നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ തക്ബീർ കൊണ്ട് ഭംഗി കൂട്ടുക. തക്ബീറിന്റെ ദിവസമാണത്. 8:15 നിസ്കാരമെങ്കിൽ 8:10 എത്തിയാ പോരാ. എന്നാൽ ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ടല്ലോ, അങ്ങനല്ല ചിന്തിക്കേണ്ടത്. 8 മണിക്ക് എത്തിയാ പറ്റൂല. പെരുന്നാളിന്റെ അന്ന് പോലും സുബൈ നിസ്കരിച്ചിട്ട് കുറച്ച് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു സമാധാനമില്ല. എന്താ കാരണം? അത് സുബൈത്തെ പിന്നത്തെ ഉറക്കത് അങ്ങനെ ശീലായി പോയി. ആ ശീലം മാറ്റണം. പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ചെറിയ പെരുന്നാൾ അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് നേരത്തെ പള്ളിയിലേക്ക് വരിക, ആ പള്ളിയിൽ വന്ന് തക്ബീർ ചൊല്ലുക. കേവലം പള്ളിയിൽ മാത്രമല്ല, നിങ്ങൾ കാറിലാണോ വരുന്നത്, അനാവശ്യം സംസാരിച്ചുകൊണ്ടല്ല വരേണ്ടത്. കാറിൽ വരുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ട് കാറിൽ വരിക. നിങ്ങൾ നടന്നിട്ടാണോ വരിക, മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ, മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കാതെ. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, അത് മറ്റുള്ള മതക്കാരുടെ വികാരം വ്രണപ്പെടുത്താൻ അവസരം ഉപയോഗപ്പെടുത്തും. അങ്ങനെ നോക്കാതെ, ഇത് എന്റെ മുദ്രാവാക്യമാണ്, പെരുന്നാളിന്റെ എന്റെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ നമ്മളൊക്കെ തക്ബീർ ചൊല്ലിയിട്ട് വരിക. ആ തക്ബീറാണ് പെരുന്നാളിനെ ഭംഗി കൂട്ടുന്നതെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ വന്ന് പള്ളിയിൽ ഇരിക്കുക. എന്നാൽ അന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന ജനങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അന്ന് സമ്മാനം ലഭിക്കുന്ന ദിവസമാണ് യൗമുൽ ജായിസ. എങ്ങനെയാണ് സമ്മാനം ലഭിക്കുന്നത്? ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തംബീഹുൽ ഗാഫിലീനിൽ പറഞ്ഞു, പെരുന്നാളിന്റെ രാവായാൽ, പെരുന്നാളിന്റെ ദിവസമായാൽ
ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലക്കുകൾ വരും, എല്ലാ നാട്ടിലും മലക്കുകൾ വരും. ആ മലക്കുകളതാ റോഡിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കൂ. റോഡിന്റെ രണ്ട് സൈഡും മലക്കുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ അവിടുന്ന് ഇങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കൂ. മലക്കുകൾ സംസാരിക്കുന്നത് മനുഷ്യൻ കേൾക്കുന്നില്ല, ജിന്നുകൾ കേൾക്കുന്നില്ല, മറ്റുള്ള എല്ലാ സൃഷ്ടികളും അവിടുന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. ആ മലക്കുകൾ അവിടുന്ന് വിളിച്ചു പറയുന്നത് എന്താണ്? യാ ഉമ്മത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹമേ, ഉഖ്റുജൂ ഇലാ റബ്ബിൻ കരീം യുഅ്തിൽ ജസീൽ. നിങ്ങളുടെ മാന്യനായ റബ്ബിലേക്ക് നിങ്ങൾ എല്ലാവരും പോകൂ. പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് പോവുകയാണോ? മലക്കുകൾ രണ്ട് വക്കത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, അതാ റബ്ബ് നിങ്ങൾക്ക് പ്രതിഫലം തരാൻ കാത്തിരിക്കുന്നു. റമളാനിനെ ബഹുമാനിച്ചവരല്ലേ നിങ്ങൾ? ആ റബ്ബ് നിങ്ങൾക്ക് പ്രതിഫലം തരാൻ കാത്തിരിക്കുന്നു. വയഗ്ഫിറുദ് ദംബൽ അദീം, നിങ്ങളുടെ എത്ര വലിയ പാപമാണെങ്കിലും പോലും ആ പാപം അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാൻ അല്ലാഹ് കാത്തിരിക്കുന്നു. എന്നിട്ടതാ പെരുന്നാൾ ദിവസം ഈമാനുള്ള മുഅ്മിനീങ്ങളെ പള്ളിയിൽ വന്നു കൂടിയാൽ അവിടുന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയാണ്, അല്ലയോ മലക്കുകളെ, ഒരു കൂലി പണിക്കാരൻ ഒരാളെ ഞങ്ങൾ കൂലിക്ക് വാങ്ങി, അവൻ നമ്മൾ ഏൽപ്പിച്ച പണി അങ്ങ് ചെയ്തു. എന്നാൽ അവനുള്ള പ്രതിഫലം എന്താ? ഉടനെ മലക്കുകൾ അല്ലാഹുവിനോട് പറയാണ്, റബ്ബേ, ആ പറഞ്ഞ പ്രതിഫലം അങ്ങ് കൊടുക്കലല്ലേ അവർക്ക്. ഞങ്ങളൊരു കൂലിക്കാരനെ അങ്ങ് വിളിച്ചു, എന്നിട്ട് അവനോട് ഇന്ന പണി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അവന് കൊടുക്കുന്ന കൂലി എന്താണ്? എന്ത് തരുമെന്ന് ഞങ്ങൾ പറഞ്ഞു, അത് അയാൾക്ക് കൊടുക്കണ്ടേ? അതല്ലേ റബ്ബേ അവന് കൊടുക്കുന്ന പ്രതിഫലം. ഉടനെ അല്ലാഹു തആല പറയാണ്, ശരിയാണ്, എന്നാൽ ഞാൻ എന്റെ അടിമകളോട് പറഞ്ഞിട്ടുണ്ട്, നോമ്പ് നോറ്റാൽ ഇന്നത് തരും, തറാവീഹ് നിസ്കരിച്ചാൽ പാപം പുറത്തു തരും, സ്വതക്ക കൊടുത്താൽ ഇന്നത് തരും, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നിങ്ങനെ ഞാൻ എന്റെ അടിമകളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങളെ ഞാൻ ഇതാ സാക്ഷി നിർത്തുകയാണ്. അവർക്കുള്ള നോമ്പിന്റെ പ്രതിഫലം ഞാൻ അവർക്ക് നൽകുന്നുണ്ട്, തറാവീഹ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം നൽകുന്നുണ്ട്. അതിന് പുറമേ അവരുടെ ദോഷങ്ങൾ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പെരുന്നാൾ ദിവസം പള്ളിയിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളോട് പറയാണ്, ഓ എന്റെ അടിമകളെ, സലൂനി, നിങ്ങൾ ഈ പെരുന്നാൾ ദിവസം എന്നോട് നിങ്ങൾക്ക് എന്ത് വേണം അത് എന്നോട് നിങ്ങൾ ചോദിക്കൂ. എന്തേ കാരണം? ലാ തസ്അലൂനി അൽ യൗമ ലിദീനികും വദുനിയാകും ഇല്ലാ അഅതൈതുകും ഇയാഹു. നിങ്ങളെ ദീനിന് വേണ്ടി നിങ്ങൾ എന്നോട് ഇന്നത്തെ ദിവസം എന്ത് ചോദിച്ചാലും, നിങ്ങളുടെ ദുനിയാവിന് വേണ്ടി നിങ്ങൾ ഇന്നത്തെ ദിവസം എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് നിങ്ങൾക്ക് തരാതിരിക്കില്ല. പെരുന്നാൾ ദിവസം അല്ലാഹുവിന്റെ അടിമകളോട് അല്ലാഹു അവിടുന്ന് വിളിച്ചു പറയുകയാണ്, അതാണ് പെരുന്നാൾ ദിവസം. മഹാന്മാര് പറഞ്ഞില്ലേ, ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ്, പുതിയ കുപ്പായം ധരിച്ചവനാണ് പെരുന്നാൾ എന്ന് തെറ്റിദ്ധരിക്കണ്ട. ആർക്കാണ് യഥാർത്ഥത്തിൽ ചെറിയ പെരുന്നാൾ ഉള്ളത്? ബൽ ത്വാഅതുഹു തസീദ്, ജീവിതത്തിൽ കുറെ നല്ലത് ചെയ്തല്ലോ, റമളാൻ വന്നപ്പോഴേക്ക് കുറെ നന്മ ചെയ്തല്ലോ, ആ റമളാനിൽ കുറെ ഇബാദത്ത് വർദ്ധിപ്പിച്ചവനാണ് പെരുന്നാളുള്ളത്. ആ പെരുന്നാൾ ആയിരിക്കണം എന്റെ പെരുന്നാള്, ആ പെരുന്നാൾ ആയിരിക്കണം നിങ്ങളുടെ പെരുന്നാള്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കട്ടെ. റമളാനിൽ നേടിയെടുത്ത ആത്മീയ
ആത്മീയ ചൈതന്യം പള്ളി പരിസരത്ത് എന്നെയും നിങ്ങളെയും കണ്ടിരുന്നു. ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ പള്ളിയിൽ നേരത്തെ എത്താറുണ്ടായിരുന്നു. സുബ്ഹി ജമാഅത്ത് മുടങ്ങിയിട്ടില്ലായിരുന്നു. തറാവീഹ് നമ്മൾ മുടക്കിയിട്ടില്ലായിരുന്നു. അതിൽ തറാവീഹ് മാത്രമല്ലേ റമളാനിലെ പ്രത്യേകമായ നിസ്കാരം, അല്ലാത്ത ജമാഅത്ത് നിസ്കാരം റമളാൻ കഴിഞ്ഞിട്ടുമുണ്ടല്ലോ. എന്നാൽ ഈ അവസാനത്തെ വെള്ളിയാഴ്ച ഒരു തീരുമാനമങ്ങെടുത്തേ പോകാവൂ. ഇനി എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണോ? എന്ത് മാറ്റമാണ്? ഞാനൊരു നല്ലവനാകണം. ജീവിതത്തിൽ കുറെ കാലം തെറ്റുവന്നുപോയി. ആ പാപങ്ങളെല്ലാം ഞാൻ എന്റെ റമളാനിൽ റബ്ബിനോട് മാപ്പ് ചോദിച്ചല്ലോ. റമളാനിൽ അല്ല പൊറുത്തില്ല എന്ന് കണ്ടാൽ പിന്നെ ഫലൻ യുഗ്ഫറല, പിന്നെ അവൻ അല്ല മാപ്പ് നൽകുന്നത് എപ്പോഴാണ്? ഈ റമളാനിലല്ലേ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യരുത്. ഞാനും നിങ്ങളും റബ്ബിനെ ധിക്കരിച്ചിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആ റബ്ബിനെ സ്നേഹിച്ചിട്ടല്ലേയുള്ളൂ, ആ റബ്ബിൽ വിശ്വസിച്ചിട്ടല്ലേയുള്ളൂ. എന്നാലും ഞങ്ങൾ മലക്കുകളല്ലല്ലോ, ഞങ്ങൾ അമ്പിയാക്കളല്ലല്ലോ, മുർസലീങ്ങളല്ലല്ലോ. ജീവിതത്തിൽ ചെറിയ തെറ്റുകളും വലിയ തെറ്റുകളും വന്നു പോകാനിടയുണ്ടല്ലോ. എന്നാൽ ആരും വിഷമിക്കേണ്ടതില്ല, ആരും പ്രയാസപ്പെടേണ്ടതില്ല. മാപ്പ് തരുന്നവനാണ് റബ്ബ്. ഇവിടുന്ന് നമുക്ക് റബ്ബിനോട് ഈ അവസാനത്തെ റമളാനിലെ വെള്ളിയാഴ്ച റബ്ബിനോട് മാപ്പ് ചോദിച്ചിട്ട് ഇവിടുന്ന് പിരിയണം. അല്ലാ, ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് ഈ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്യാത്ത മഹാന്മാരില്ല. എത്ര ആലിമീങ്ങളാണ് ഇവിടെ വന്നത്. ഈ പമ്പുവൽ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിന് ഞങ്ങൾ കൂടിയവരാണ്. അന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മിത്തബയിൽ ജബ്ബാർ ഉസ്താദ് വന്നിരുന്നു. അതുപോലെ അന്നത്തെ കാളിമാർ ഇവിടെ വന്നിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ, ഞങ്ങളെ പ്രിയങ്കരരായ ഗുരുവര്യർ, ഞങ്ങളെ ഈ നിലയ്ക്ക് ഞങ്ങളെ എത്തിച്ചു തന്ന ഞങ്ങളെ എല്ലാമായ എപി ഉസ്താദ് ഉൾപ്പെടെ അല്ലാ, നീ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അവരൊക്കെ ഈ ഭാഗത്ത് വന്നാൽ ഇവിടെ വരാതിരിക്കില്ല. കാരണം ഈ പള്ളി ഞങ്ങളെ ആസ്ഥാനമാണ്, ഇത് ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമാണ്. ആ മഹാന്മാരൊക്കെ വന്ന് സുജൂദ് ചെയ്ത ഇടമാണ്. ഇപ്പൊ ഇവിടെ ജുമുഅക്ക് എത്ര ആളുകളാണ് വരുന്നത്. ജുമുഅ കഴിഞ്ഞിട്ട് പോലും വാല് കേൾക്കാൻ ഇപ്പൊ 2:20 സമയമാണ്. എന്നാലും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പള്ളി നിറയെ വാല് കേൾക്കാൻ ആളുകളാണ്. ഇതൊരു വലിയ ബറക്കത്തുള്ള പള്ളിയാണ്. എത്രയോ സാഹസപ്പെട്ടുണ്ടാക്കിയ പള്ളിയാണ്, എത്രയോ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പള്ളിയാണ്, എത്രയോ ഹിക്മത്തോടെ ഉണ്ടാക്കിയ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി വലിയ ബറക്കത്തുള്ള പള്ളിയാണ്. ഈ പള്ളിയിൽ നമുക്ക് റബ്ബിനോട് മാപ്പ് ചോദിച്ചിട്ട് പിരിയണം. അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, മാപ്പ് ചെയ്യണേ അല്ലാ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ വാലു നിർത്തുന്നു. 2:30 പോകൂല. അതിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടുന്ന് പിരിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ചെറിയ ചരിത്രം പറയട്ടെ മുസ്ലിമേ. റമളാനിൽ കാത്തു സൂക്ഷിച്ച ആത്മീയമായ ചൈതന്യം റമളാനിന് ശേഷവും നിലനിർത്തണം. പള്ളി മറക്കരുത്, ഖുർആനോത്ത് മറക്കരുത്. റമളാനിൽ ഖത്മിന് മത്സരിച്ചവരാണ് ഞാനും നിങ്ങളും. എന്നാൽ റമളാൻ കഴിഞ്ഞാലും ഖത്മ് മറന്നു പോകരുത്, ഖുർആനോത്ത് മറന്നു പോകരുത്. റമളാനിൽ പള്ളിയിൽ ഹദ്ദാദിനെ എത്തിയവരായിരുന്നു ഞാനും നിങ്ങളും. റമളാനിന് ശേഷവും ഹദ്ദാദ് ഉള്ളതാണ്. ആ ഹദ്ദാദ് മറന്നു പോകരുത്. എന്നിട്ട് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കണം.
അതാണ് ഞാൻ എന്റെ ഇന്നത്തെ വാദിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഈമാനുള്ള എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, ഓ ഈമാനുള്ള ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും ചങ്കിൽ തറക്കുന്ന ഒരു ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, എല്ലാവരും ഒന്ന് ചിന്തിക്കട്ടെ, നാളേക്ക് വേണ്ടി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ആലോചിക്കട്ടെ. ഏത് നാളെയുടെ വർത്തമാനമാണ് പറയുന്നത്? ഈ പ്രസംഗിക്കുന്ന നൗഫലിനും ഒരു നാളെയുണ്ട്, നൗഫലിന്റെ പ്രസംഗം കേൾക്കുന്നവർക്കൊരു നാളെയുണ്ട്. അത് എപ്പോഴാണ്? അത് സെക്കൻഡുകൾക്ക് ശേഷമാണോ അറിയില്ല. ഇന്നും അസർ നിസ്കാരത്തിന് ശേഷം ഉള്ളാളത്തൊരു പള്ളിയിൽ പ്രസംഗം ഏറ്റിട്ടുണ്ട്. മഗ്രിബിന്റെ സമയത്ത് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നാളെ ദമാമിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാണ്. പക്ഷേ മിനിറ്റുകൾക്ക് ശേഷമുള്ള എന്റെ തീരുമാനം എന്താണെന്നറിയില്ല, മണിക്കൂറുകൾക്ക് ശേഷം എന്താണെന്നറിയില്ല, നിങ്ങളുടേതും എന്താണെന്നറിയില്ല. അങ്ങനെയുള്ള ഒരു നാളെ എനിക്കുണ്ട്. അത് എന്റെ ഖബറിലാണ് കേട്ടോ. UK-യിലേക്ക് എനിക്കൊരു വിസ കിട്ടിയപ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന ദിവസം തിരിച്ചു വരാൻ അതിലുണ്ടായിരുന്നു. വീണ്ടും പോകാനുള്ള വഴിയുണ്ടായിരുന്നു, വീണ്ടും വരാനുള്ള വഴിയുണ്ടായിരുന്നു. എന്നാൽ ഖബറിലെത്തിയാലോ, അതെ, അവിടെ എപ്പോഴാണ് മടങ്ങുന്നതെന്ന വാലിഡിറ്റി ഇല്ല. റബ്ബ് നിശ്ചയിച്ചൊരു ദിവസമുണ്ട്, അന്നല്ലാതെ മടക്കമില്ല. അത് മണിക്കൂറുകളല്ലല്ലോ മുസ്ലിമേ, ആഴ്ചകളല്ലല്ലോ മുസ്ലിമേ, മാസങ്ങളല്ലല്ലോ മുസ്ലിമേ, വർഷങ്ങളല്ലല്ലോ മുസ്ലിമേ. എത്രയാണെന്ന് ഒരു ഇമിഗ്രേഷനുകാരനും അറിയില്ല, ഒരു എംബസിക്കാരനും അറിയില്ല, ഒരു വിസ സ്റ്റാമ്പിംഗ് ചെയ്യുന്നവനും അറിയില്ല. ആ നാളെയാണ് ഖുർആൻ ഉദ്ദേശിച്ചത്. അത് എന്റെ ഖബറിലുള്ള നാളെയാണ്, നിങ്ങളുടെ ഖബറിലുള്ള നാളെയാണ്. ആ നാളേക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു, ഇപ്പൊ ഇവിടെ ചരിത്രം പറയാൻ നേരമില്ല, ഞാൻ അതങ്ങ് പറഞ്ഞു നിർത്തട്ടെ. മഹാനവരുകൾ മരിക്കാനടുക്കുന്നു. പ്രിയപ്പെട്ട മകൾ മരിക്കാനടുക്കണ പിതാവിന്റെ അരികിൽ വന്ന് നിൽക്കുന്നു പൊന്നുമോൾ. ആ മകള് വല്ലാതെ കരയുകയാണ്. ബാപ്പ മരിക്കാൻ കിടക്കുമ്പോ മകള് കരയാതിരിക്കുമോ? ആ മകൾ ഇങ്ങനെ തേങ്ങിക്കരയുമ്പോ ബാപ്പ ചോദിച്ചു, അല്ല മോളെ, എന്തിനാണ് കരയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ, അതെ ബാപ്പ, മകൾ ബാപ്പനോട് പറയാണ്, ബാപ്പ ഞങ്ങളെ വിട്ടുപോവല്ലേ, ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന ബാപ്പ, ഞങ്ങളെ എല്ലാമായ ബാപ്പ, ഇനി ആ ബാപ്പാനെ ഞങ്ങൾക്ക് കാണാനുണ്ടോ? ഇനി ആ ബാപ്പാന്റെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടോ? ഇനി ഞങ്ങൾ ബാപ്പ എന്ന് വിളിച്ചാൽ എന്താ മോളെ, എന്താ കുഞ്ഞേ എന്ന് തിരിച്ചിങ്ങോട്ട് ബാപ്പ പറയുന്നത് അത് കേൾക്കാനില്ലല്ലോ ബാപ്പ. ഇതെല്ലാം അവിടുന്ന് പറയുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ, എന്നെ ഓർത്ത് നിങ്ങൾ ആരും കരയേണ്ടതില്ല, നിങ്ങളെ ഓർത്തിട്ട് കരഞ്ഞാ മതി. കാരണം ഞാൻ എന്റെ ഖബറിന് വേണ്ടി ഒരു വലിയ സമ്പാദ്യമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നെ ഉണർത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഈ ചരിത്രം, നിങ്ങളെ ഉണർത്തി ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഈ ചരിത്രം. മകള് ചോദിച്ചു, അല്ല ബാപ്പാന്റെ ഖബറിലേക്ക് ബാപ്പ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം എന്താണ്? ബാപ്പ വീട്ടിൽ ഒരു പില്ലറുണ്ടായിരുന്നു, വീട്ടിലൊരു തൂണുണ്ടായിരുന്നു. ആ തൂണ് കാണിച്ചിട്ട് പറഞ്ഞു, മോളെ, ഈ തൂണ് നിനക്ക് പരിചയമുണ്ടോ? ഇത് ഞങ്ങളെ വീട്ടിലെ പില്ലറാണല്ലോ, ഞങ്ങളെ വീട്ടിലെ തൂണാണല്ലോ. എന്നാൽ ഈ തൂണിനൊരു കഥ പറയാനുണ്ട് മോളെ, ഈ കമ്പത്തിനൊരു ചരിത്രം പറയാനുണ്ട് മോളെ.
മോള് ചോദിച്ചു, എന്താണ് ബാപ്പ? അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ, എന്റെ ഖബറിന് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ഈ തൂണിലേക്ക് ചാരിയിരുന്നിട്ടാണ് ഞാനതാ ചെയ്തു വെച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച വന്നാൽ ചാരിയിരിക്കാൻ മാത്രമല്ല, ജമാഅത്തിന് വന്നാൽ ചേർന്ന് ഇരിക്കാൻ മാത്രമല്ല, ഇത് എന്റെ പള്ളിയിലെ തൂണല്ലല്ലോ മോളെ, എന്റെ വീട്ടിലെ പില്ലറാണല്ലോ. ഈ വീട്ടിലെ തൂണിലേക്ക് ചാരിയിരുന്നു കൊണ്ടാണ് ഞാൻ എന്റെ ഖബറിലേക്ക് വലിയ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പൊന്നുമോള് ബാപ്പാനോട് ചോദിക്കാണല്ല, ബാപ്പാ എന്താണ് ആ സമ്പാദ്യം? എന്താണ് ആ സമ്പാദ്യം? അപ്പോഴാണ് ബാപ്പ പറഞ്ഞത്, മോളെ, ഖതംതു 4000 ഖത്മാ. മോളെ, 4000 ഖത്മുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജനങ്ങളെ, ഈ റമളാൻ വിട പറയുമ്പോ എത്ര ഖത്മിന്റെ കണക്കാണ് എനിക്ക് പറയാറുള്ളത്. കാര്യമായും ഖത്മോതുന്നത് റമളാനിലാണ്. ആ റമളാനിൽ പോലും ഒരു ഖത്മിന്റെ കണക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, കേവലം ഒരു ഖത്മിന്റെ കണക്കാണ് പറയുന്നതെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് എത്ര ഖത്മുകളായിരിക്കും നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് തങ്ങൾ പറയാണ്, മോളെ, എന്റെ വീട്ടിലെ ഈ തൂണിലേക്ക് ചാരി ഇരുന്നിട്ട് ഞാനതാ 4000 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട്. 4 അല്ല, 40 അല്ല, 400 അല്ല, 4000 ഖത്മ് ഓതി തീർത്തിട്ടുണ്ട്. അതെല്ലാം എന്റെ ഖബറിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് മോളെ. അവരെല്ലാം ഉണ്ടാക്കി വെച്ചു. ഇനി ഞാനും നിങ്ങളുമാണ് ചിന്തിക്കേണ്ടത്, എന്റെ നാളെയുടെ ഖബർ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തുണ്ടാക്കി വെച്ചു? അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്. അതുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യാതെ അല്ലാഹനെ പേടിച്ച് ജീവിച്ചോളണോ എന്ന് മാത്രം ഞാൻ എന്നോടും നിങ്ങളോടും പറഞ്ഞ്, തങ്ങൾ പറഞ്ഞില്ലേ, റമളാനിന്റെ അവസാനത്തെ രാത്രിയായാൽ കരയാൻ മറന്നു പോകരുത്. അത് മാത്രമേ എനിക്ക് നിങ്ങളോടും എന്നോടും ഇനി പറയാനുള്ളൂ. റമളാനിന്റെ അവസാനത്തെ രാത്രിയായാൽ കരയാതിരിക്കരുത്. കാരണം ബക്കത്തി സമാവാതു വൽ അർളു, ആകാശം കരയുന്ന രാവാണ് റമളാനിന്റെ അവസാനത്തെ രാത്രി. ഭൂമി കരയുന്ന രാവാണ് അവസാനത്തിന്റെ രാത്രി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാണ് റമളാനിന്റെ അവസാനത്തെ രാത്രി ആകാശം കരയുന്നത്, ഭൂമി കരയുന്നത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, മുസീബത്തൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മുസീബത്ത് ഓർത്തിട്ടാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്ത് മുസീബത്താണ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹബീബായ തങ്ങൾ പറഞ്ഞു, ദഹാബു റമളാൻ, റമളാൻ വിട പറയുക എന്നത് എന്റെ ഉമ്മത്തിന്റെ മുസീബത്താണ് സ്വഹാബത്തേ. എങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആകാശം കരയുന്നുവെങ്കിൽ, ഭൂമി കരയുന്നുവെങ്കിൽ, മലക്കുകൾ കരയുന്നുവെങ്കിൽ, ഏറ്റവും കൂടുതൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരയേണ്ടത് ഞാനും നിങ്ങളും തന്നെയല്ലേ? അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് മാത്രം ഈ സമയം ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാള് നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ, സ്വീകരിക്കണം റഹ്മാനെ. റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച നിന്നിലേക്ക് ഉയർത്തിയിട്ടുള്ള ഈ കരങ്ങൾ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്നോട് നല്ലത് പുകഴ്ത്തി പറയുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെയെല്ലാം പെടുത്തണേ അല്ലാഹ്. ഇത് ഞങ്ങളെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നെണീറ്റ് ഒരു 3 സ്വലാത്ത്.
ഞങ്ങളെ ഈ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുന്നിലുണ്ടായിരുന്ന വ്യക്തിത്വമാണ്. എപ്പോഴും ചിരിച്ച് തമാശകൾ പറഞ്ഞ് കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മർഹൂം മുംതാസ് അലി ഹാജാർ. അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നു. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ നീ അവർക്കും നമുക്കും മാപ്പാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണം റഹ്മാനെ. അതുപോലെ ഇവിടത്തെ മാനേജ്മെന്റിനൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാവരും ഒന്ന് എണീറ്റ് അടുത്തേക്ക് വന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ ഇവിടുന്ന് നടത്തുകയാണ്. ഞങ്ങൾ ഇവിടത്തെ പള്ളിയുടെ ക്ലീനിങ്ങിലും ഒക്കെ അതിന്റെ പിന്നിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ആളുകൾ അവർക്ക് സഹായിക്കണ ഭാഗമായി ഇന്ന് ഒരു സംഭാവന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ പോകുമ്പോ ഇൻഷാ അല്ലാ ഇവിടെ എൻ്റെ കയ്യിൽ അത് ഉടനെ പള്ളിയുടെ ക്ലീനിങ്, പരിസരത്തെ ക്ലീനിങ് അങ്ങുബേനായിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പള്ളിയുടെ ഖാദിമീങ്ങളെ ബാറ് പിർസവെച്ചുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പള്ളിയും പള്ളിയുടെ പരിസരമെല്ലാം അടിച്ചിട്ട് ക്ലീൻ ആക്കിയോണ്ടിന്നെ ഒരാളിന്ത് ഹദീസിന്റെ കിതാബിൽ കണ്ടു, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. അത് ആണാ പെണ്ണാ ചെന്നിട്ട് രണ്ടഭിപ്രായമുണ്ട്. നോക്ക്, ഒരു കറുത്ത ആണിങ്ങൂല അല്ലെങ്കിൽ ഒരു കറുത്ത പെണ്ണിങ്ങൂല. അങ്ങനെ ഒരു നാല് അങ്ങനെ കാണ്ടില്ല. കാണാണ്ടായപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ കേട്ടുത്തുല എവിടെല്ലാരി പള്ളി ക്ലീനിങ് അല്ല പരിസര ക്ലീനിങ് ആക്കണ ആളെ കാണില്ലല്ലേ എവിടുണ്ടോ. അപ്പൊ സ്വഹാബത്ത് ചൊന്നാറില്ല അങ്ങ് മരിച്ചാറ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൗത്തായി പോയാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ സ്വഹാബത്തരട്ടെ കേട്ടുത്തുല, സ്വഹാബത്തെ നിങ്ങൾക്കും എന്തേ ഒന്ന് നണ്ടയിൽ ചൊല്ലാത്തെ, അങ്ങ് മറിച്ച വിഷയ നിങ്ങൾ എന്തിന് നണ്ടയിൽ ചൊല്ലാത്തെ, നിങ്ങ മീത്ത് നണ്ടയിൽ ചൊന്നിട്ടിന്നെങ്കിൽ നാന് ബറാന്തല്ലേ അങ്ങനെ മയ്യത്ത് നിസ്കാരത്തുക എല്ലാത്തും ഇപ്പൊ എന്തരാക്കടെ ദഫനാക്കി ടൈഡല്ലേ. അപ്പൊ സ്വഹാബത്തരട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ തുല ദുല്ലൂനി അലാ ഖബരിഹാ ഔ ഖബരിഹി, ആ ഖബർ എവിടെ ഉണ്ടെന്ന് കാട്ടറു സ്വഹാബത്തെ, നാനെന്നാ ഖബറ മുട്ട പോണ്ടേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ ആ ഖബറ മുട്ട പോയിട്ട് ഫസല്ല അലൈഹി, ആ പല്ല് ക്ലീൻ ആക്കിക്കൊണ്ടിരുന്ന ആളുടെ ഖബറ മുട്ട പോയിട്ട് അങ്കുബേനായിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് ചെന്നിട്ടു. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ പിർസബിച്ചങ്ങായിട്ട് കിടാർ ഈ പള്ളി ക്ലീനിങ് ആക്കിയുന്ന ആൾമാർ. അപ്പൊ ഞങ്ങളെ ഈ പമ്പൽ പള്ളി അൽഹംദുലില്ലാ എത്ര ക്ലീൻ ഉള്ള പള്ളിയായിട്ട് കിടും. ഇവിടെ യാരത്തെ ആൾമാർ വന്നിട്ട് നിസ്കരിക്കട പള്ളിയുടെ അല്ലേ. ഞങ്ങളെ റായത്തിലെല്ലാം പള്ളികളെല്ലാം ക്ലീനേ ഉണ്ട്. അയ്യം കൊറിയ പള്ളികളെല്ലാം നമുക്ക് കാണണ്ടല്ലേ എല്ലാം മൂത്ത് പോകുമ്പോ. ആയെങ്കിലും അൽഹംദുലില്ലാ കൊറിയ മാനേജ്മെന്റ് ജമാഅത്ത് കമ്മിറ്റി പള്ളിയെല്ലാം ഭാരി ക്ലീൻ ആക്കിടങ്ങ ഉള്ളാറ്. മുഞ്ഞാണ്ട് ഒരു മൂത്ത് ഞാൻ വാള് പോയപ്പോ നണ്ടയിൽ ചൊന്നൊരാള് ഉസ്താദ് നിങ്ങൾ വാളിൽ ഒരു വിഷയം ചൊല്ലണം എന്തിനെ പള്ളി എല്ലാവരും ക്ലീൻ ആക്കിടാറ് ഉസ്താദ്. പെണിങ്ങ നിസ്കരിക്കട പക്ക ക്ലീൻ ആക്കിടമേ ഇല്ലാണ്ട് ഈ പെണിങ്ങ നിസ്കരിക്കട ചെന്നിട്ട് ഒരു ലേഡീസ് പ്രേയർ അങ്ങനെ ഉണ്ടല്ലേ, അത് ചിലപ്പോൾ ആയിട്ടിക്കും. എല്ലാം മൊത്തം അങ്ങനെ ആയിട്ടിക്കാലെ ചിലപ്പോൾ അയാളുടെ പെഞ്ഞ നിസ്കരിക്ക് പോയി ഇവിടെ അങ്ങനെ ആയിട്ടിക്കും. പിന്നെ അവിടെ മക്ക കുട്ടിയെല്ലാം പത്തിരി ചണ്ടി അതേപോലെ ഇക്കിട് ചിലപ്പോൾ ക്ലീൻ ആക്കാൻ മറക്കുവാർ. അപ്പൊ അതൊന്ന് ക്ലീൻ ആക്കോ ചൊല്ലണം, അതാണ് ചൊല്ലണം. ഇപ്പൊ കത്ര വാള് ചൊല്ലുമ്പോൾ ചൊന്നരെ അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നേ. അപ്പൊ പള്ളി ക്ലീൻ ആക്കിടങ്ങൾ വിശ്വദാസങ്ങ ഭാരി പരിഗണിച്ചു. അപ്പൊ ഞങ്ങൾ ഈ പള്ളി അൽഹംദുലില്ലാ ഈ പള്ളി ഉദ്ഘാടനമായിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് ആയെങ്കും ഇത് കലിഞ്ഞ കുരി ഒക്കൊലായ പോലെ കാണ്ടി ഈ പള്ളിയുടെ ക്ലീനിങ്ങും മുഴുവ കാർപ്പെട്ടും മുഴുവ പരിസരവും. കാരണം എത്ര ആൾമാരായിട്ട് ഇവിടെ നിസ്കരിക്കപ്പെട്ട് ഇപ്പൊ ഞങ്ങമേ ഇപ്പൊ ഞങ്ങളെ ബെതിർത്ത ഭർത്തായിട്ട് കാസർഗോഡ് വാളുക പോകുമ്പോ ഞങ്ങൾ നിസ്കരിക്കുക ഒരു സൗകര്യം കിട്ടുന്ന പള്ളി അൽഹംദുലില്ലാ ഞങ്ങളെ പമ്പൽ പള്ളി. അപ്പൊ ഇവിടെ ഞങ്ങൾ എത്രമാവട്ടെ നിസ്കരിക്കോ വേണ്ട, എല്ലാരും വേണ്ടാറ് ഇവിടെ പണ്ഡിത്തങ്ങോ നെയ്ക്കോ പോണ്ടങ്ങോ ബിസിനസ് ഇറങ്ങോ എല്ലാം തങ്ങന്മാരും ആലിമീങ്ങ ഇവിടെ ഏത് ജമാഅത്ത് ആരും വന്നെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങ ഇക്കാണ്ടിക്കില്ല ഇപ്പൊ പോണ്ടെങ്കിൽ എല്ലാവർക്കും സൗകര്യമുള്ള പള്ളി. ആ പള്ളി ഇത്തരെല്ലാം ആൾമാർ ഇത്തരെല്ലാം ഹലായിക്കുക അങ്ങനെയല്ല ഞങ്ങൾ ഹലായിക്കുക അപ്പൊ പടപ്പുങ്ങ ഇത്തരെല്ലാം പടപ്പുങ്ങളെല്ലാം വന്നിട്ട് പോകുമ്പോ ഒരു ക്ലീൻ കുറടിയില്ല. നല്ല ക്ലീൻ ടോയ്ലറ്റ് ആവട്ടെ പരിസരാവട്ടെ പള്ളിയുടെ പരിസരാവട്ടെ എതിർലാവട്ടെ. അതെന്തേ കാരണ അതിന്റെ മാനേജ്മെന്റ് അൽഹംദുലില്ലാ ನಾನು ಪಡ ಚೊನ್ನ പോലെ ഞങ്ങളെ റഷീദാജി സമേತ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആരെല്ലാം ഉള്ളാരോ റബ്ബേ പേരെല്ലാം നിക്ക് കൊണ്ടുണ്ടല്ലേ ഞങ്ങൾക്ക് ബർക്കത്ത് കൊടുക്കു റഹ്മാനെ, ആഫിയത്ത് കൊടുക്കു റഹ്മാനെ, ദീർഘായുസ് കൊടുക്കു റഹ്മാനെ. അങ്ങനെ ആ മാനേജ്മെന്റും അത് റൊട്ടിಗೆ അൽഹംദുലില്ലാ കൂടെ ആ മാനേജ്മെന്റ് ക്ലീൻ ആക്കണങ്ങൾട്ടെല്ലാം ചൊല്ലുമ്പോൾ അതേപോലെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ട് എപ്പം അലർട്ടോടുകൂടെ അങ്ങ് ഇവിടെ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് കിടന്നത് കണ്ട്. അപ്പൊ അങ്ങു ഞങ്ങളെ കൊണ്ട് അവിടെ ഒരു സഹായ ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിക്കണു. ദുആർന്നിട്ട് പോകുമ്പോ ഒരു ചെറിയ ദുആർന്നിട്ട് പോകുമ്പോ നിങ്ങളെ കയ്യിലുള്ളതെല്ലാം ഉടത് ഇന്ത്യൻ റുപ്പീസ് അല്ലേ. അപ്പൊ ലണ്ടന്റെ പൗണ്ട്സ് ആവണോട്ടില്ല പെൻസ് ആവണോട്ടില്ല. അപ്പൊ ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ എല്ലാവരും എന്റെ കയ്യിൽ തന്നിട്ട് സഹായിക്കണോട്ട് പ്രത്യേകിച്ചിട്ട് കേട്ടുകൊണ്ടില്ലേ.
അല്ലാഹു തആല ഞങ്ങളെ ഈ മജ്ലിസ് ഖബൂലാക്കട്ടെ. ഒരു 3 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലു നോക്ക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരു 3 സ്വലാത്ത് ചൊല്ലു നോക്ക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സദസ്സിൽ ചെമ്മനക്ക് വേണായങ്ങും നന്റെ പിർസവിക്കടങ്ങ നാ ചെമ്മ പിർസവിക്കടങ്ങല്ല ഉള്ളാറ് ഞങ്ങളെ ഹൈസം ഷാക്കിറാജി സമേത അങ്ങനെ എന്തും മറക്കുകാവില്ല. നാന്ന് പാടെ ചൊന്നില്ലേ ഞങ്ങളെ ദീന്റെ വിഷയത്തിൽ എല്ലോ എതൂറ് നിക്കട വ്യക്തിത്വങ്ങ അങ്ങനെ ബഹുമാനിക്കടതും അങ്ങനെ പിർസവിക്കടതും നന്റെ പോലത്തെ ഉസ്താദുമാരെ കടപ്പാടായിട്ടിക്കിട്. കാരണം ഞങ്ങൾക്കെല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ അങ്ങളെ കൊണ്ടായിട്ടിക്കിട് നമുക്ക് ദീനക്ക് കിട്ടേ. അല്ലാഹു തആല ഷാക്കിറാജിക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ ഷാക്കിറാജ് കയ്യിൽ തന്ന് അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കു റഹ്മാനെ, ഖൈറ് കൊടുക്കു റഹ്മാനെ, സന്തോഷം കൊടുക്കു റഹ്മാനെ, ആഫിയത്ത് കൊടുക്കു റഹ്മാനെ. ഷൗക്കത്ത് ആചാർ ഞങ്ങളെ മുംതാസിൽ ആചാരുടെ മൂത്തോണ്ട് അല്ലാഹുവേ അങ്ങനെ കാണുമ്പോൾ ആചാരെ കണ്ട പോലെ അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കല്ല, ആ കുടുംബത്തിന് വലിയ ബർക്കത്ത് കൊടുക്കല്ല, ഖൈറ് കൊടുക്കല്ല, ഇസ്സത്ത് കൊടുക്കല്ല റബ്ബേ. എല്ലാവരും ആമീൻ ചൊല്ലറു നോക്ക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആർക്കുമ്പേ തന്നെങ്കു അപ്പോൾ ടൈം ഒന്നും അവിടെ അല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, പരിശുദ്ധ റമളാന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച ഈ പമ്പുവൽ തഖ്വ പള്ളിയിൽ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ. ഖുർആൻ ചൊന്ന ആ നല്ല തഖ്വത്ത പള്ളി. ഈ പള്ളിയിൽ നിങ്ങൾ എല്ലാവരും നിണ്ടട്ട കൈ നീട്ടിട്ട് കേട്ടോണ്ടുള്ള അല്ലാഹ് നീ ഞങ്ങളെ ദുആ ഖബൂലാക്ക് റഹ്മാനെ, സ്വീകരിക്കു റഹ്മാനെ. ഇത് ഞങ്ങളെ ലാസ്റ്റ് റമളാൻ ആക്കണ്ട റഹ്മാനെ. ഇനിയും ചെമ്മ റമളാൻ നീ ഞങ്ങളെ ലൈഫിൽ എത്തുപാട്ടിത്ത അല്ലാഹ്. ഞങ്ങൾക്ക് നീ അല്ലാണ്ട മാപ്പ് ദണ്ഡവുമില്ല. ഞങ്ങളെ ലൈഫിൽ വന്നുപോയ എല്ലാ തപ്പുങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കിത്ത അല്ലാഹ്. റബ്ബേ ഇനിയും ചെമ്മ നല്ലതാക്കിട്ട് ജീവിക്കൂ നീ. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് താ അല്ലാഹ്. അല്ലാഹുവേ സിദ്ദീഖാജിയുണ്ട്. അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കു റഹ്മാനെ. അല്ലാഹുവേ ആര് ഞങ്ങളെ കൈവിട്ടെങ്കിലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടണ്ട റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കിട്ട് താ അല്ലാഹ്. ഞങ്ങളാരും നീ വേഗം അരിപ്പാട്ടണ്ട അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും താ അല്ലാഹ്. ലാസ്റ്റ് ഒരു നല്ല ടൈമും സ്വർഗ കണ്ടിട്ട് ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല കലിമ ജോറ് ചൊന്നിട്ടു ബില്ലാസ ജാവാ ബില്ലാസ പോല തിങ്കളാസ ജാവാ തിങ്കളാസ പോല മരിക്കുക നീ നമുക്ക് ഭാഗ്യത്താ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ഇബാദത്തും നീ ഞങ്ങളെ ഭാഗത്തെ കബൂലാക്കിയിട്ട് പരിശുദ്ധ റമളാൻ ഖൈറായ രൂപത്തിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുണായിട്ട് സാക്ഷി നിക്കട കൂട്ടത്തില് നീ ഞങ്ങളെല്ലാരും പെടുത്തിത്താ റഹ്മാനെ. ഈ മുഅ്മിനീങ്ങ ഇവിടെ സഹായിക്കുകയായിട്ട് തന്ന എല്ലാ ചെറിയ വലിയ സഹായങ്ങൾ അല്ലാഹ് ഞങ്ങളെ എല്ലാ ആഫാത്ത് ബലാ മുസീബത്ത് ദൂരത്താവുക നീ കാരണം ആക്ക് അല്ലാഹ്. ഉടനെ ഉസ്താദ് യാസിർ സഖാഫി ഉസ്താദ്, അതുപോലെ നല്ല സൗണ്ടിൽ ബാങ്ക് കൊടുക്കട ഉസ്താദ്, അതുപോലെ ഉടനെ എല്ലാ ഉസ്താദുമാരും ഇവിടെ നടന്നോണ്ടുള്ള എല്ലാ ദീനീ സംഭ്രമ, അതുപോലെ ഈ മഹത്തായ പള്ളിയിൽ വന്നിട്ട് 5 വഖത്ത് ജമാഅത്ത് നിസ്കാരത്തുക എത്തിറങ്ങ ഇവിടെ വന്നിട്ട് തറാവീഹ് കൂടിയങ്ങ നണ്ടട്ടമേ എത്ര മാൽമാര് ചൊന്നറാറ് ഞങ്ങൾ തറാവീഹ് പമ്പൽ പള്ളിക്ക് പോണ്ടോ മാറി റാഹത്താവുടോ ചൊന്നിട്ടു. അല്ലാഹുവേ ആ ഇബാദത്തെടുത്ത എല്ലാ മുഅ്മിനീങ്ങ അങ്ങും ഞങ്ങും നീ ഖൈറും ബറക്കത്തും താ അല്ലാഹ്. മക്ക ഇല്ലാത്ത ഞങ്ങൾക്ക് ഖൈറായ മക്കളെ കൊടുക്കല്ല. ആരെല്ലാം ഉഷാരില്ലാണ്ട് ഉള്ളാറാന്നുപ്പാടെ ഉസ്താദ് ഖതീബ് ഉസ്താദ് ചൊന്ന് അങ്ങ സമയത്ത ആരെല്ലാം ഞങ്ങളെ ഔത്തുല് ഞങ്ങൾക്ക് വേണമായങ്ങ ഞങ്ങളെ കുടുംബത്തിലുള്ളങ്ങ ഞങ്ങളെ പിർസബൈക്കിടങ്ങ ഞങ്ങ പിർസബൈക്കിടങ്ങ അല്ലാഹ് ഞങ്ങളെ ദീന്റെ സഹായിക്കിടങ്ങ റബ്ബേ. ഈ സദസ്സിലുള്ളങ്ങ ഞങ്ങളെ ഔത്തുലുള്ളങ്ങ ആരെല്ലാം ഉഷാരില്ലാണ്ട് ഹോസ്പിറ്റലിലുള്ളാറ
ഈ പരിസരത്തിലെല്ലാം ഹോസ്പിറ്റലുങ്ങ ഉണ്ട് റബ്ബേ, അവിടെല്ലാം ഉള്ളങ്ങ. അതുപോലെ ICUലും വെന്റിലേറ്ററിലും ഉള്ളങ്ങ. അതുപോലെ ഔത്തുലുള്ളങ്ങ. ഡോക്ടർമാരെ കൈവിട്ടിട്ട് ഔത്തുല് ബന്ധങ്ങ പോലും ഉള്ളാരു റബ്ബേ, എല്ലാവർക്കും നീ ശിഫാ കൊടുത്തിട്ടു സലാമത്ത് കൊടുക്കല്ലാ. ഞങ്ങൾക്കാർക്കും ഞങ്ങളെ തടി കൊണ്ടിട്ട് സതിക്കുകയാവാത്തെ ക്യാൻസർ പോലോത്തെ ട്യൂമർ പോലോത്തെ ഒരു വലിയ വലിയ സീക്ക് നീ ഞങ്ങൾക്കാർക്കും തരണ്ട അല്ലാ. ഞങ്ങൾക്ക് ഗൊന്തിന്നിട്ടാ ഗൊന്തില്ലേട്ടമാ ആരെങ്കിലും തടിയിൽ അത്തരത്തിലുള്ള സീക്കട എന്തെങ്കിലും ഒരംശ ബാക്കി ഉണ്ടുണ്ടായെങ്കിൽ റബ്ബേ ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട്, റമളാന്റെ ബറക്കത്ത് കൊണ്ട്, റമളാന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ശിഫാക്കി താ അല്ലാ. ശിഫാക്കി താ അല്ലാ. ആഫിയത്ത് താ അല്ലാ. ഞങ്ങളെ ആക്കിയ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ ആഫിയത്ത് കൊടുക്കല്ലാ. ഞങ്ങളെ ദുആ ചമ്മക്കാല നീ ഞങ്ങൾക്ക് നിലനിർത്തി താ അല്ലാ. കടവുള്ളങ്ങളെ കടലിലും നീ വീട്ടി കൊടുക്കല്ലാ. കട വെച്ചിട്ട് മരിക്കൊടൊരവസ്ഥ നീ ആർക്കും മറുപാട്ടണ്ട അല്ലാ. ആരെല്ലാം മനസ്സ് മുമ്പലാക്കിയതുണ്ടാ അങ്ങോട്ടെല്ലാം മാപ്പ് കേൾക്കുള്ള തൗഫീഖ് താ അല്ലാ. പടച്ച റബ്ബേ, ഒരാളും ഇൻസൾട്ട് ആക്കാണ്ട് ആര അഭിമാനത്തും ക്ഷതം വരുത്താണ്ട് ജീവിക്കുള്ള തൗഫീഖ് താ അല്ലാ. ആരെങ്കിലും ന്യൂനത്തെ എന്തെങ്കിലും കണ്ടെങ്കിൽ അത് മറച്ചു വെക്കുള്ള ഭാഗ്യ താ അല്ലാ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ ലക്ഷണ താ അല്ലാ. റബ്ബേ, നീ ഞങ്ങളെ ഫളീഹത്താക്കണ്ട അല്ലാ. ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്ത് അല്ലാ. ഞങ്ങളെ എതിർലും ഞങ്ങളെ പെറവിലും ഞങ്ങളെ ബൽത്തുമോത്തും ഞങ്ങളെ എടുത്തുമോത്തും ഞങ്ങളെ മേൽഭാഗത്തും ഞങ്ങളെ കീഴ്ഭാഗത്തും നീ ഞങ്ങളെ കാക്കല്ലാ. ഇവിടെ എത്രമാ ബിസിനസ് ആക്കട ഉമറ നേതാക്കന്മാരുള്ള ഞങ്ങളെ ബിസിനസ്സിൽ നീ ബറക്കത്ത് കൊടുക്കല്ല. ഗർഭയെ കഷ്ടപ്പെട്ടിട്ട് പോലും ഉമ്മ ബാപ്പട കർച്ചക കൊടുക്കുക. പിന്നെ ഈ മക്കളെ ബൽത്തുകനായിട്ട് ഒരു സുബൈക ഉത്തരപ്പുറത്തായിട്ട് മോന്തിയാവും ഔത്തകെത്തറും പോലെ അധ്വാനിച്ചിട്ട് നയിക്കുക പോണ്ട് മോമിനീങ്ങ ഉള്ളാർ, ബാലക്കാറുങ്ങ ഉള്ളാർ, ബേസായിട്ട് പോലും അധ്വാനിക്കുക പോണ്ടുള്ളാർ. അല്ലാ, നീ അങ്ങനെ നെയ്പ്പുല് ബർക്കത്ത് കൊടുക്കല്ല, ഇസ്സത്ത് കൊടുക്കല്ല. അല്ലാഹുവേ, നിന്റെ ഖജനാവ് വിശാലല്ലേ റബ്ബേ. നീ ഞങ്ങൾ ആർക്കും അകത്യത്തുള്ളത് ഞങ്ങളെ കയ്യിലേ നീ എത്തുപാട്ട് അല്ലാ. റബ്ബേ, ഞങ്ങൾ ദീനുക പേനായിട്ട് എന്തെല്ലാം കേക്കിട, എത്രല്ല കേക്കിട, പക്ഷേ ഞങ്ങളെ സ്വന്തത്തുക പേനായിട്ട് പിന്നൊരുത്തര എതിർന്നു കൈ നീട്ടിട്ട് ബേങ്ങുടെ അവസ്ഥ നീ ഞങ്ങൾക്ക് ആർക്കും ബർബാട്ടുണ്ട് റഹ്മാനെ. റബ്ബേ, ഈ മോമിനീങ്ങ ഇങ്ങ നെയ്പ്പുക പോണ്ടങ്ങ ബാന്യത്തുക പോണ്ടങ്ങ എങ്ക പോലും റമളാന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച ചെന്നിട്ടും ഇത്ര നേര ഇൽമു കേട്ടിട്ട് രച്ചാറ് റബ്ബേ, അങ്ക് കൊടുക്കുള്ളത് നിന്റെ കയ്യിൽ എന്തുമില്ല. നിന്റെ ഖജനാവ് നിരിച്ചിട്ട് റബ്ബേ അങ്ങ് ഇത്ര നേരം തെച്ചോ. റബ്ബേ, ഞങ്ങൾക്ക് നീ ദുനിയാവും ആഖിറവും താ അല്ലാ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമ ഫി ദീനിനാ വ ദുനിയാനാ വ അഹ്ലിനാ വ മാലിനാ. അല്ലാഹുമ്മ ഖിനാ ശർറൽ അസ്വാഇ വലാ തജ്അൽനാ മഹല്ലൻ ലിൽ ബൽവാ. حميم 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 حم الأمر وجاء النصر فعلينا لا ينصرون. اللهم لا تمكن الأعداء فينا، اللهم لا تمكن الأعداء فينا ولا تسلطهم علينا بذنوبنا. حميم عين سين قاف حمايتنا مما نخاف. اللهم قنا شر الأسواء ولا تجعلنا محلا للبلوى. إلهنا نسألك الأجل 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 الإجابة يا الله بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان. اللهم اجعلنا من الفائزين بحظ وافر من ليلة القدر التي هي خير من 1000 شهر. اللهم റബ്ബേ, റമളാനിന്റെ ഓരോ രാത്രിയിൽ എത്രയോ ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. സാധുക്കളായ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. സ്വർഗാവകാശികളാക്കണേ അല്ലാ. ആ നരകത്തിൽ വെന്തുരുകി പോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. റബ്ബേ, നീ എപ്പോ ഞങ്ങളെ വിളിച്ചാലും നിന്നിലേക്ക് ഞങ്ങൾ വരേണ്ടതാണ്. ഞങ്ങൾക്ക് വരാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങളെ കയ്യിലൊന്നുമില്ല അല്ലാ. നിന്നിലേക്ക് വരാൻ കൊണ്ടുവരുമ്പോഴൊന്നും ഞങ്ങളെ കയ്യിലില്ല അല്ലാ. ഞങ്ങൾക്ക് ഇനിയും കുറെ നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിന് നീ ആഫിയത്തും ദീർഘായുസും തന്നാലേ അതൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് നിന്നോട് നല്ലതിനു വേണ്ടി ഞങ്ങൾ നിന്നോട് ദീർഘായുസ് ചോദിക്കുന്നു അല്ലാ. ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്കെല്ലാം തരണേ അല്ലാ. ഗസയിലെ മുസ്ലിമീങ്ങൾക്ക് നീ അഭയം നൽകണേ അല്ലാ.
പടച്ചറബേ ചെറിയ കുഞ്ഞുമക്കൾ പോലും പിടഞ്ഞു വീണ് മരിക്കുകയാണ്. എത്ര ആളുകളാണ് മരിക്കണം? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലാ. ഞങ്ങളെ മുന്നിലുള്ള ഏറ്റവും വലിയ ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്ന് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ ദുആ മാത്രമാണ് റബ്ബേ. ഇതാ നിന്നിലേക്ക് ഈ മുഅ്മിനീങ്ങൾ എല്ലാവരും അവരെ സാക്ഷി നിർത്തി ഈ മുബാറക്കായ പള്ളിയിൽ വെച്ച് റബ്ബേ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ ഇതാ കരങ്ങൾ ഉയർത്തുന്നു. അല്ലാഹു മൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഗസ. അല്ലാഹുവേ അവിടെയുള്ള ഞങ്ങളെ മുസ്ലിം സ്നേഹജനങ്ങളെ നീ സഹായിക്കണേ അല്ലാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നാടുകളിൽ ഐക്യം നീ ഐക്യം നിലനിർത്തണേ അല്ലാ. ആ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. നീ ഞങ്ങളെ ദുആ ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാലിൽ ഹാജാത്ത്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പലരും ഈ പള്ളിയിൽ വന്ന് സുജൂദ് ചെയ്തവരിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഈ പള്ളി തുറന്നു തന്ന സാദാത്തുക്കൾ ആലിമീങ്ങൾ പലരും മരിച്ചു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ തങ്ങളും പാപ്പയും ശിഹാബ് തങ്ങളും അതുപോലെ മിത്തബയിൽ ഉസ്താദ് അങ്ങനെ തുടങ്ങി പലരും ഇന്ന് ആരടി മണ്ണിൻ ചുവട്ടിലാണ്. നീ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ മാനേജ്മെന്റിലെ പലരും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മുംതാസ് അലി ഹാജിയാർ ഉൾപ്പെടെ നീ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്തവരിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. പുറത്തു കൊടുക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന കുറെ ആളുകളെ നീ എത്തിച്ചു തരണേ അല്ലാ. അതിന് നീ ഞങ്ങൾക്ക് കുറെ നല്ലത് ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.